പുളിങ്ങോം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കണ്ണൂർ ജില്ലാ ആശുപത്രി, സഞ്ചരിക്കുന്ന നേത്രവിഭാഗം, പെരിങ്ങോം താലൂക്ക് ഹോസ്പിറ്റൽ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി കാനംവയൽ സാംസ്കാരിക നിലയത്തിൽ വെച്ച് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പരിശോധന നടത്തി സൗജന്യ മരുന്ന് വിതരണവും നടത്തി. ക്യാമ്പിൽ നിന്നും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കണ്ടെത്തിയ 16 പേർക്ക് സൗജന്യമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. കണ്ണട നിർദ്ദേശിച്ചവർക്ക് സൗജന്യ കണ്ണടയും നൽകും. കണ്ണൂർ ജില്ലാ ആശുപത്രി ഒപ്താൾമിക് സർജൻ ഡോക്ടർ രാജേഷ് OT ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. പുളിങ്ങോം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് M ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിപിൻ ചുങ്കത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V, PHN മനീഷ ML, ഷിബു KP, ലീലാമണി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോം താലൂക്ക് ഹോസ്പിറ്റൽ ഒപ്റ്റോമെട്രിസ്റ്റ് ശുഭ സുനിൽ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം JHI-മാരും JPHN-മാരും MLSP-മാരും ആശാപ്രവർത്തകരും കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും പങ്കെടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രോഗം വരുന്നതിന്റെ സാഹചര്യങ്ങൾ, രോഗം എങ്ങനെ തിരിച്ചറിയാവുന്ന കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ക്ലാസ്. രണ്ടാമത് അതോടൊപ്പം തന്നെ ആയിരിക്കും ഡോക്ടറും എത്തിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ കണ്ണ് പരിശോധനയും അതിന് മുമ്പ് തന്നെ പരിശോധന ആരംഭിക്കുമായിരിക്കും. കണ്ണ് പരിശോധന നടത്തും. കണ്ണ് പരിശോധനയിൽ മരുന്ന് മാത്രം വേണ്ടവർക്ക് മരുന്ന്, കണ്ണട വേണ്ടവർക്ക് കണ്ണടയുടെ അളവെടുത്ത് കണ്ണട പിന്നീട് എത്തിച്ചു. കണ്ണടയും പോരാ, മരുന്നും പോരാ, കണ്ണടയും പോരാ, തീർച്ചയായും ഓപ്പറേഷൻ പോലെയുള്ള ചികിത്സാ വിധികൾ ആവശ്യമുള്ളവർക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടും വരാൻ പോകും. സെലിഫ് സാർ അതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളിവിടെ നിന്ന് 2 പേർക്ക് സർജറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 പേരെ കണ്ണൂർ ആശുപത്രിയിൽ ആ കാര്യം പഞ്ചായത്ത് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന കാര്യം പഞ്ചായത്ത്. എന്തായാലും ഈ ക്യാമ്പ് ഒരു ഉപകാരമാകണമെങ്കിൽ നമുക്ക് കണ്ടെത്തുന്ന രോഗത്തിന് ചികിത്സ എടുക്കും. അല്ലാതെ ഇന്നിവിടെ വന്നൊന്ന് പരിശോധിച്ചു കാണാമോ കാണത്തില്ലയോ എന്ന് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമായി. മരുന്നുകൊണ്ട് മാറാവുന്നത്, മരുന്നുകൊണ്ട് മാറാൻ പറ്റുന്നത് തീർച്ചയായും മരുന്നുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി കഴിയും. മരുന്നുകൊണ്ട കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റും. കണ്ണട വേണ്ടവർക്ക് കണ്ണട തരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഗുരുതരമായ, ഗുരുതരം എന്നല്ല പറഞ്ഞാൽ ഏറ്റവും കൂടിയ അവസ്ഥയിലുള്ള സർജറി ആവശ്യമുള്ള, ഓപ്പറേഷൻ ആവശ്യമുള്ള ആളുകളുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഉന്നതിയിൽ നിന്നുള്ള ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കി തരാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇതിന്റെ പ്രയോജനം നമുക്ക് കിട്ടണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. എങ്ങനെ? മരുന്ന് ഉറ്റിക്കാനായിരിക്കും, അല്ലാതെ ഉള്ളിൽ കഴിക്കാൻ ഉണ്ടാവുമായിരിക്കില്ലല്ലേ. ഉറ്റിക്കാനുണ്ട് സാധാരണ ഇതിൽ കണ്ണിലൊഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നാണ് തരുക. മറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് നമ്മൾ ചെയ്യണം. മരുന്ന് വാങ്ങിയിട്ട് വെച്ചാൽ പോരാ, അത് ചെയ്യണം. കണ്ണട പിന്നെ അവർ കൊണ്ടുതരും, എത്തിച്ചു തരും. പിന്നെ അങ്ങനെ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, ആർക്കെങ്കിലും ഒക്കെ ഓപ്പറേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്ന രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ എന്തെങ്കിലും മടിയൊന്നും പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ പിന്നെ 10-15 ദിവസം കണ്ണ് കെട്ടിയിട്ടൊക്കെ മൂടി കെട്ടിയൊക്കെ ഇരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ അതൊക്കെ പണ്ട് ഇപ്പോൾ ആരെയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം ഞാനിനി എൻ്റെ കണ്ണും മൂടി കെട്ടി ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ന്യായമൊന്നും പറയാൻ പാടില്ല. പോയിട്ടും അതിനുള്ള സംവിധാനം കൊടുക്കാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആരോഗ്യരംഗത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആർദ്രം മിഷൻ എന്ന പേരിലൊരു വളരെ വേഗത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ രൂപീകരിക്കുകയും അതിൻ്റെ കീഴിൽ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത താലൂക്ക് പെരിങ്ങോം താലൂക്ക് ആശുപത്രി കോടികളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ പെരിങ്ങോട്ടൂടെ പോകുന്നുണ്ടെങ്കിൽ കാണാൻ ആശുപത്രിയുടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. 100 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി വളരെ ഗംഭീരമായി, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ടതാണ്. കാണാൻ തന്നെ വളരെ കണ്ണിന് ഭംഗിയുള്ള തരത്തിലുള്ള വലിയ കെട്ടിടങ്ങളും വലിയ സംവിധാനങ്ങളും ചെയ്തു. കണ്ണൂർ ജില്ലാ ആശുപത്രി എന്ന മെഡിക്കൽ കോളേജിന്റെ തലത്തിലേക്ക് ഉയർന്നിട്ടുള്ള ആശുപത്രിയാണ് ജില്ലാ ആശുപത്രി. നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാം. വിശേഷിച്ച് ഇവിടെ നിന്നുള്ള ആളുകൾ, ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പുളിങ്ങോം ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ
പുളിങ്ങാവ് ആശുപത്രിയിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് ചെലവ് വരുന്നത് 10 രൂപയാണെങ്കിൽ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് 300 രൂപ ചിലവാണ്. എല്ലാവരും ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ. ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ പോലും ഇവിടെ ഇല്ല. എല്ലാവരും, ഞാൻ പറഞ്ഞത് ശരിയല്ലാന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു, എല്ലാവരും ഓട്ടോറിക്ഷ വിളിച്ചിട്ട് മാത്രമേ ബസ്സിൽ പോകാൻ പറ്റുന്നവരും പോകാൻ പറ്റുന്നവർ ഓട്ടോറിക്ഷയ്ക്ക് പോകണം, അതല്ല ഞാൻ പറഞ്ഞത്. ബസ്സിൽ പോകാൻ പറ്റുന്നവർ പോലും ഓട്ടോറിക്ഷ വിളിച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ ഇവർക്ക് ഇപ്പോഴും ചികിത്സ ചെലവുള്ളതാണ്. ഗവൺമെന്റ് എങ്ങനെ എത്ര ചെലവ് കുറഞ്ഞ് ചികിത്സ കൊടുക്കാൻ വേണ്ടി തയ്യാറായാലും ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ചികിത്സ വളരെ ചെലവുള്ളതാണ്. അവര് ഇവിടെ വന്ന് യാത്രാക്കൂലി എടുത്ത് തന്നെ വലിയ പൈസ ചെലവഴിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചൊന്നും കണ്ണൂർ കണ്ണാൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകണ്ട, കണ്ണൂരേക്ക് അതിനുള്ള സംവിധാനം ഒരുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പുളിങ്ങാവ് ആശുപത്രിയിലാണെങ്കിൽ ഇപ്പോൾ എല്ലാ സാമാന്യം എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മാസത്തിൽ 2 മാസത്തിലൊരിക്കലൊക്കെ ആയിട്ട് മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥിരമായി ആയുർവേദിക്കാനും ആ വിഭാഗത്തിൻ്റെ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഉന്നതികളിലൊന്നാണ്. 1-2 കാര്യത്തിൽ മാത്രം കുറച്ച് പിന്നിലാണ്. അതിലൊന്ന്, നമ്മൾ വിദ്യാഭ്യാസ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുള്ള ചെറുപുഴ പഞ്ചായത്തിലെ ഉന്നതി ചെയ്യുന്നില്ല. അത് പറയാതിരിക്കും, നിങ്ങൾക്കറിയാം, കുറച്ചുള്ള സ്ഥലമാണ്, നിങ്ങൾക്കറിയാം. മറ്റു കാര്യങ്ങളിലൊക്കെയും സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആളുകളുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ഒരു ഉന്നതിയാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള ആളുകളുടെ ആരോഗ്യ രക്ഷയുടെ കാര്യത്തിലും അതായത് ഇതൊരു ദേശീയമായ ഒരു പരിപാടിയാണ്. ഇതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് അങ്ങനെയുള്ള ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രദേശത്ത് വന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്യാമ്പ് വെച്ചത് കേട്ടോ. അതിന്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം സേവനം, നിങ്ങൾക്കൊരു ജില്ലാശുപത്രി, കണ്ണൂർ ജില്ലാശുപത്രി പോയിട്ട് നിങ്ങളുടെ സേവനം കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര പൈസ കൊടുക്കണം. സാറ് പറഞ്ഞതുപോലെ ഒരു പുളിങ്ങോത്ത് ആശുപത്രി പോകണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്ര പൈസയുടെ ചെലവുണ്ട്. അപ്പൊ ജില്ലാശുപത്രി കണ്ണൂരിൽ പോയി നിങ്ങൾക്ക് ചികിത്സ കിട്ടാൻ എത്ര പൈസ നിങ്ങൾ മുടക്കണം. നമ്മൾ സഞ്ചരിക്കുന്ന നേതൃവിഭാഗത്തിന്റെ യൂണിറ്റാണ് ഇവിടെ വരുന്നത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 920777 577.